സാർ, ഈ തിരുവനന്തപുരത്ത് മേയർ വി രാജേഷിന്റെ ഒരു അസാധാരണ നീക്കം CPM-നെയും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് രാജേഷിന്റെ ഒരു എങ്ങോട്ടാണ് രാജേഷിന്റെ പോക്ക്? വിജയത്തിലേക്ക്. കാരണം നല്ല മിടുക്കനായിട്ടല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അന്ന് കുറെ ആക്രി സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ച് രാജേഷ് ഇത് ക്ലീൻ ചെയ്തില്ലെന്ന്. എവിടുന്ന് എടുത്തോ ഈ ആക്രി? ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിലെല്ലാം സഞ്ചരിക്കുന്ന ആളെ. ഞാൻ ഇതുവരെ ഇങ്ങനെ തിരുവനന്തപുരത്തല്ലേ സാർ? ഞാൻ കണ്ടായിരുന്നു ഈ ആറ്റുകാൽ മുഴുവൻ ഇന്നലെ കറങ്ങി നമ്മള് മൊത്തം കണ്ടു നോക്കിയിട്ട് അമ്പലത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് വന്നത്. ഞങ്ങൾ അവരോടും കണ്ട് ഇത്രയും ക്ലീൻ ആയി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നഗരം കാണുന്നത് ഇതാദ്യമായിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഇത്ര വൃത്തിയായിട്ട് കൃത്രിമമായ സെക്രട്ടറിയേറ്റ് മുമ്പിൽ പോയി അവിടെ യാതൊരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന പനയോലയുണ്ടല്ലോ, ഉണങ്ങിയത് കൊണ്ട് അതുപോലും എടുത്തുകൊണ്ട് പോകുന്ന വിധത്തിൽ ജാഗരൂകത ഈ വെയിലും കൊണ്ട് ജോലിക്കാർ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല, ഈ പൊങ്കാലയിൽ ഉണ്ടായ ഒരു സവിശേഷത എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള രാജേഷിൻ്റെ ആ മനോഭാവം ഒന്നുകൂടി വ്യക്തമാക്കി. പാർട്ടി ഫീസ് എന്നും പറഞ്ഞ അമിതമായ തുക ആൾക്കാരെ പറ്റിച്ച് ചൂഷണം ചെയ്യുന്ന ചില കൊമ്പന്മാരുണ്ട്. ആ കൊമ്പന്മാരെ മുഴുവൻ പേടിച്ച് പൂട്ടി ഇദ്ദേഹം കൊമ്പൻ. അത് കൂടാതെ ഈ സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പ്രായമായ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ് ഗാന്ധി മൈതാനം. ആ ഗാന്ധി മൈതാനം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ വകയാണത്, സ്വത്താണ്. അവിടെ ഒരുത്തൻ അവിടെ പിരിവ് നടത്താൻ വേണ്ടി അവിടെ കൊണ്ടുവരുന്ന വണ്ടിക്കെല്ലാം രസീത് എഴുതി കൊടുത്ത് ഇങ്ങനെ പിരിവെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ആ ആൾക്കാർ അഴിമതി കാരണം അയാളെ പുറത്താക്കിയതാണ്. കോർപ്പറേഷൻ പുറത്താക്കിയിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല. പൊയ്ക്കോളാൻ പറഞ്ഞിട്ടും പോവാതെ ഇയാളുടെ കുടുംബസ്വത്താണെന്ന് പറഞ്ഞിട്ട് പിന്നെയും രസീത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഴുത്തുകൊണ്ട് ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കി റെക്കോർഡ് എടുത്ത് നോക്കിയപ്പോൾ ഇയാളെ പണ്ടേ പിരിച്ചു വിട്ട ആളാണ്. പിരിവ് നടത്താം, പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അത് വേറെ സംവിധാനം ഞങ്ങൾ കണ്ടെത്തിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളിനെ വിട്ട് പിരിവ് നടത്തിക്കോളാം, നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. CPM-ന്റെ കെയർ ഓഫിലേ ഞങ്ങളുടെ ഭരണമാണ്, ഞങ്ങളുടെ പിണറായി വിജയനാണെന്നും പറഞ്ഞ് കയറി അങ്ങ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ഒരു ആള് എന്ത് മര്യാദകേടാ. അവിടെ പോയി എല്ലാവരും ഈ പൈസ കൊടുത്ത് അനധികൃതമായിട്ട് അയാളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. കോർപ്പറേഷൻ 5 പൈസ കിട്ടിയിട്ടില്ല. ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ VK പ്രശാന്തും അതുപോലെ തന്നെ ഈ ആര്യ രാജേന്ദ്രനും ഒക്കെ ഭരിച്ചത് ഇങ്ങനെയാണോ? ഈ വലിയ ചെളിക്കൂമ്പാരത്തിന് മുകളിലാണ് അവരിങ്ങനെ സിംഹാസനത്തിൽ ഇതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് ബോധ്യമാവുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു രാജേഷ് വരേണ്ടി വന്നു. രാജേഷ് വന്നതുകൊണ്ട് മാത്രമാണ് VK പ്രശാന്തിൻ്റെ പോലും താമസം അത് അനൗദ്യോഗികമായിട്ടാണ് എന്ന്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇവിടെ ഹോസ്റ്റൽ തൊട്ടടുത്ത് തന്നെ ഉള്ളപ്പോൾ അദ്ദേഹം അവിടെ വന്ന് താമസിച്ച് 850 രൂപയുടെ സൗജന്യം കൈപ്പറ്റേണ്ട കാര്യമില്ല. ആ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് കോർപ്പറേഷനാണ്. അല്ലെങ്കിൽ കോർപ്പറേഷന് കീഴിലെ ഈ ഇതുപോലെ ഈ വീട് വാടകയ്ക്ക് എടുക്കാനും ഒന്നും സമ്പത്തില്ലാത്ത ആളുകൾക്ക് കിട്ടേണ്ടത് കൈയേറിയിരിക്കുകയാണെന്നൊക്കെ പുറത്തു വന്ന് നമ്മൾ അറിഞ്ഞോ ഇതുവരെ? നമ്മളിതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. കൊള്ളാം, കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് കൈയടിച്ചും പോയി. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം കഴിഞ്ഞില്ലല്ലോ ഇന്ന് വരെ. ഇങ്ങനെ നടക്കുകയല്ലേ, ദിക്കുതോറും നടക്കുകയല്ലേ, ഇവിടെ കുഴപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആക്രി വരെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയല്ലേ. എന്തേ കണ്ടുപിടിച്ചില്ല ഇതുവരെ? കൊമ്പ് കെട്ടിയ പത്രക്കാരുള്ള സ്ഥലമാണത് തലസ്ഥാന നഗരമായിട്ടുള്ള. അല്ല സാർ, എനിക്ക് തോന്നുന്നത് വി രാജേഷിനോട് ഈ DYFIയുടെയും SFIയുടെയും ഉമ്മാക്കിക്കളികളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആറ്റുകാൽ പൊങ്കാല ദിവസം മുതൽ കാണുന്ന കാഴ്ചകൾ അദ്ദേഹം എല്ലായിടും ഓടി നടക്കുന്നുണ്ട്. എവിടെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ നേരിട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നേരെ അത് എന്താണെന്ന് അന്വേഷിക്കുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു, ഉടൻ തന്നെ കാര്യങ്ങൾ തീർപ്പാക്കാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് പിന്നെ എന്താ പറയുക, ജലവകുപ്പ് മന്ത്രി പോലും ഇടപെട്ടിട്ട് പോലും കൃത്യമായി നഗരത്തിൽ വെള്ളം എത്തിക്കാൻ കഴിയാതെ വന്ന സമയത്ത് ടാങ്കറുകൾ ഇറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് അദ്ദേഹം അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നു. പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. KGMO പൊങ്കാല ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ എല്ലാവരും കൂടെ വാശിയെടുത്ത് നിന്നപ്പോൾ ധൈര്യമായി ബഹിഷ്കരിച്ചോളൂ, ഞങ്ങൾ ആരെ ഇറക്കും എന്ന് എത്ര വിനയപൂർവ്വമാണ് അവരോട് പറഞ്ഞത്. സേവാഭാരതിയുടെ ഒരു പിന്നെ എന്താ പറയുക, അവരുടെ ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു സേവനമാണെങ്കിലും ഒക്കെ ഈ പൊങ്കാലയ്ക്ക് ഒരു തരത്തിലുമുള്ള ഒരു കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഒരു വഴി വയ്ക്കാതെയുള്ള രാജേഷിന്റെ ഈ ഒരു യാത്ര ഇത് BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ അസ്വസ്ഥത ഉള്ളവരാണ് DYFI ആയാലും SFI ആയാലും ഒക്കെ. അതിലെ പ്രവർത്തകർക്ക് ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. കാരണം 46 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ എന്താണ് ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് പൊറുതി മുട്ടിയത് കൊണ്ടാണ് അവർ BJP വരട്ടെ, കോൺഗ്രസിനെ കൊണ്ട് അവർ വന്നാലും ഇത് തന്നെയാണ്, എന്നാ പിന്നെ BJP വരട്ടെ എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ച് BJP വരുന്നത്.
BJP വന്നപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മേയറെയാണ് തിരുവനന്തപുരത്ത് കണ്ടത്. പല തരത്തിലും അദ്ദേഹത്തെ ഇഴത്താനും പല തരത്തിലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി, എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പായുടെ കാര്യം വന്നപ്പോൾ തന്നെ BJPയുടെ ഒരു നേതാവിന്റെ ബന്ധുവിന്റെ സ്പായാണത്, അതിൽ വരെ കയറി മേയർ നടപടിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസർ രാജ് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഇടിച്ചു നിരത്തിയത് 40 വർഷം പഴക്കമുള്ള ഉത്തർപ്രദേശിലെ BJP ഓഫീസാണ്. അനധികൃതമായാണ് ആ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്, അനധികൃതമായ സ്ഥലത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത്തരത്തിൽ BJPക്ക് അമ്പലങ്ങളും പൊളിച്ചു. ഇതൊന്നും ആരും കാണില്ല. ഉത്തർപ്രദേശിൽ ഒരു പള്ളി പൊളിച്ചാലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ നേതാവിന്റെ വീട് പൊളിച്ചാൽ വലിയ സംഭവം. അത് ബുൾഡോസ് രാജാണ്, പിന്നെ അഹങ്കാരമാണ്, യോഗിയുടെ ജനാധിപത്യമില്ലായ്മയാണെന്നൊക്കെ പറയും. രാജേഷ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോടും പരാതിയില്ല, ആരെക്കുറിച്ചും പിന്നെ എന്താ പറയുക, അനാവശ്യ വാദങ്ങൾ പറയുന്നില്ല, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. നേരായ വഴിക്ക് ഒരു കോർപ്പറേഷനെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അത് ആ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി ആ ബജറ്റ് തന്നെ. കാരണം ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടല്ലേ സാർ ഇങ്ങനെ ഒരു ബജറ്റ് തന്നെ ഒരു കോർപ്പറേഷൻ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. വീടില്ലാത്തവർക്ക് മുഴുവൻ തുകയും നൽകിക്കൊണ്ട് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി 20 രൂപയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഇതിനു മുൻപേ ഉണ്ടായിരുന്നു. അത് പിന്നീട് പൂട്ടിക്കെട്ടിപ്പോയി. സാർ പറഞ്ഞപ്പോഴാണ് എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ഈ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു തിരുവനന്തപുരം ജില്ലക്കാരിയായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് അത് ആരംഭിക്കാൻ പോകുന്നു. അപ്പൊ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പദ്ധതി. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ ഈ ഒരു വല്ലാത്തൊരു പോക്ക് അത് CPM-നെയും കോൺഗ്രസിനെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യും. BJP വന്നാൽ അക്രമ രാഷ്ട്രീയമാണ്, അക്രമമുണ്ടാകും, കത്തിക്കുത്ത്, വെട്ട്, കൊലപാതകങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു തരത്തിൽ നിന്ന് BJP വലിയ രീതിയിലേക്ക് മാറി. ഇന്ന് രാവിലെ ഞാനൊരു ചാനൽ വെച്ചപ്പോ ഒരു അവതാരക പറയുന്നത് ചാണകങ്ങൾക്ക് അടികിട്ട അത് വായിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷം എന്നെ അതാണ് അത്ഭുതം. ഇപ്പൊ ചാണകങ്ങൾ എന്ന് വിളിക്കും, കൊങ്ങികൾ എന്ന് വിളിക്കും, കമ്മികൾ എന്ന് വിളിക്കും, നമ്മളെ അടക്കം മാപ്രകൾ എന്ന് വിളിക്കുന്നുണ്ട്. അത് പലരും ചെയ്തു വെച്ച പല കാര്യങ്ങളിലൂടെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ വളരെ ഗുണകരമായ ഒരു പേരാണ് മാപ്ര എന്ന് പറയുന്നത്. അതെ, അല്ല ഞാൻ പറയട്ടെ, ചാണകം എന്ന് പറഞ്ഞ അവതാരക ആരെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആയത് അവരാരെയായാലും അവരുടെ അച്ഛനോടും അമ്മയോടും ചെന്ന് ചോദിക്കാൻ പറ ചാണകത്തിന്റെ പ്രാധാന്യം. അവർ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പൂപ്പനോടും അമ്മമ്മയോടും ചെന്ന് ചോദിക്കാൻ പറ. ചാണകം നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിന്, നമ്മുടെ കൃഷി ഏറ്റവും വലിയ കൾച്ചർ എന്ന് പറയുന്ന അഗ്രികൾച്ചറാണ്. ആ കൾച്ചറിനെ വളർത്തിയെടുക്കുന്നതിൽ, കൃഷി സമൃദ്ധമാക്കുന്നതിന്, ആ ആഹാരം തിന്നായിരിക്കുമല്ലോ അവൾ ഇത്രയും വലുതായതും അവതാരകയായതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാഹാത്മ്യം പണ്ട് ഇവരുടെയൊക്കെ അപ്പൂപ്പൻ്റെ ഒക്കെ കാലത്ത് ഇവരുടെ വീടിൻ്റെ തറ മെഴുകിയിരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ വാക്കുകളെന്ന് പറയുന്ന വേർബൽ ഡയറിയേക്കാളും പരിശുദ്ധമായ വസ്തുവാണ്. പണ്ട് മുറി ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ചാണകം തന്നെയാണ്. ആ ചാണകത്തിനെ കുറ്റം പറയുമ്പോൾ അത് മനുഷ്യ വിസർജ്യമൊന്നും അല്ലല്ലോ. അത്രയ്ക്ക് വലിയ ഈ പറയുന്ന കുഴിമന്തിയൊന്നും കഴിച്ചുണ്ടായതല്ല. നാച്ചുറൽ പ്രകൃതിയിൽ നിന്ന് അത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അവശിഷ്ടമാണത്. ആ പുണ്യവസ്തുവിൻ്റെ വേസ്റ്റ് പുറത്തു പോകുന്നതുകൊണ്ടാണ് പാല് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ പശുക്കൾ മരിച്ചു പോകും, പാല് കിട്ടാതെ വരും. ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കൂ. എന്തിനാണ് ഈ ചാണകത്തിനോട് അലർജി? ചാണകത്തിനേക്കാൾ വിഷത്തിനോടാണ് അലർജി വേണ്ടത്. ആ വിഷമാണ് നിങ്ങൾ സമൂഹ മനസ്സിൽ കുത്തിവയ്ക്കുന്നത്. വിഷമെന്ന് പറഞ്ഞാൽ വർഗീയ വിഷം. ചാണകം പോലും ഈ സേവാഭാരതിയും ചാണകമായിട്ടാണ് ആയിരിക്കും ആ അവതാരം കണക്കാക്കുന്നത്. കുംഭമേളയുടെ വേസ്റ്റ് മുഴുവൻ സ്വന്തം ജീവൻ വലിഞ്ഞ്, പമ്പയിലെ വേസ്റ്റ്, അതുപോലെ തന്നെ മഹാമാഘ മഹോത്സവത്തിലെ വേസ്റ്റ് മുഴുവൻ ചാണകവും ഉണ്ടാവാം. അതിൽ ആ വിസർജ്യങ്ങൾ ശബരിമലയിൽ, പമ്പയിൽ ചിലപ്പോൾ മനുഷ്യ വിസർജ്യങ്ങളും ഉണ്ടാവാം. അതൊരറപ്പുമില്ലാതെ കോരിക്കളഞ്ഞത് സേവാഭാരതി പ്രവർത്തകരാണ്. അതേ സേവാഭാരതി പ്രവർത്തകർ തന്നെയാണ് തിരുവനന്തപുരത്തെ ശുദ്ധമാക്കി നിങ്ങളൊക്കെ ഇങ്ങനെ അർമാദിച്ച് നടക്കാൻ പാകമായ രീതിയിൽ ഇവിടെ വിശുദ്ധമാക്കിയതിന് പ്രധാന പങ്ക് വഹിച്ചത്. അവർ നിങ്ങളെപ്പോലെ പേരും അങ്ങനെ ഒന്നും വരാൻ ആഗ്രഹിക്കുന്നില്ല, ഫോട്ടോയിലും വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് മനസ്സിലാക്കൂ. അതിനെയും നിങ്ങൾ ചാണകമെന്നാണ് വിളിക്കുന്നത്. അവർ ഡോക്ടർമാരെയും കൊണ്ടുവന്നു കേട്ടോ. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഡോക്ടർമാരെയും ഇവിടെ കൊണ്ടുവന്ന് സംഭാവന ചെയ്തു. നിങ്ങൾ ചാണകമെന്നോ ഉപരിപ്ലവമായിട്ടുള്ള കൂപമണ്ഡൂപങ്ങളെ പോലെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്കറിയാം ഇന്നതാണ്, വിഷം ഇന്നതാണ് ചാണകം. ചാണകത്തിനെ ഞങ്ങൾക്കിഷ്ടമാണ്. ചാണകം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. നമ്മുടെ വംശം നിലനിർത്തിയത് പശുക്കൾ കൊണ്ടാണ്. നമ്മുടെ ഇക്കണോമിയിൽ പ്രധാന സ്ഥാനമുള്ളത് കൊണ്ടാണ് പശുവിനെ വിശുദ്ധ മൃഗമായിട്ട് തന്നെ കണക്കാക്കുന്നത്. അതില്ലെങ്കിൽ നമ്മളില്ല, മനുഷ്യ സംസ്കാരം തന്നെ ഇല്ല എന്നുള്ള സത്യം
നമ്മൾ ദയവായിട്ട് അതെങ്കിലും ഒന്ന് അത് മുഴുവൻ മനസ്സിലാക്കണ്ട. അതെന്താണെന്ന് അച്ഛനോടും അമ്മയോടും ഒന്ന് പോയി ചോദിക്കുക. പുസ്തകം വായിക്കത്തില്ലെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറയും. അത്ര വർജ്യമായിട്ടുള്ള വസ്തുവല്ല ചാണകം എന്നുള്ളത് ശരിയായിട്ട് പഞ്ചഗവ്യം എന്ന് പറയുന്ന മരുന്നിൽ അടങ്ങിയിട്ടൊന്നാണ് ചാണകം. കഴിച്ചു കാണുകയും അവതാരകയും, അല്ലെങ്കിൽ ഒന്നുകൂടെ കഴിക്കട്ടെ.